ഒരു ഫൈനലിന് ശേഷം ഒരു വിജയി മാത്രമേ ഉണ്ടാകൂ. ഒരാൾക്ക് ആ കിരീടത്തിൽ മുത്തമിടാൻ സാധിക്കൂ. ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ വിശ്വകാൽപന്ത് കളിയുടെ അവസാന എപ്പിസോഡ് ഇത്തരത്തിൽ സ്പെയിന്റെ ദിനമായിരുന്നു. സ്പെയിൻ കളിച്ചു, ജയിച്ചു. ഈ സന്ദർഭത്തിൽ സ്പെയിൻ ടീം ആഘോഷിക്കുമ്പോൾ കരയുന്ന ഒരു മുഖം, അത് ലയണൽ മെസ്സിയുടേതാണ്. ലോക ഫുട്ബോളിലെ വർത്തമാനകാലത്തെ ഗോട്ട് മെസ്സിയുടെ വിതുമ്പുന്ന മുഖം കോടിക്കണക്കിന് സ്ക്രീനുകളിലൂടെ ലോകം കണ്ടു. ചിലർക്ക് അതൊരു നൊമ്പരമായി, ചിലർക്ക് വേദനയായി. എന്നാൽ മെസ്സി മത്സരശേഷം വ്യക്തമാക്കി താൻ എന്തുകൊണ്ട് കരഞ്ഞു എന്ന്. ഒരു ഫൈനലിൽ തോൽക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല. എന്നെ ഇവിടെ എത്തിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഓരോ ത്യാഗവും, ഓരോ പ്രയാസകരമായ നിമിഷവും, ആളുകൾ ഞങ്ങളെ സംശയത്തോടെ നോക്കിയപ്പോഴും ഈ ജേഴ്സിയിൽ എനിക്ക് തുടരാൻ ശക്തി നൽകിയതെല്ലാം മനസ്സിലേക്ക് വന്നു. ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് ശേഷവും അർജന്റീന ആരാധകർ എൻ്റെ പേര് ഉച്ചത്തിൽ വിളിക്കുന്നത് കേട്ടപ്പോൾ അത് എന്നെ മാനസികമായി തകർത്തു. ഏറ്റവും വലിയ കളിയിൽ ഞങ്ങൾ തോറ്റിരിക്കുന്നു. പക്ഷേ അവർ ഞങ്ങളോട് പുറംതിരിഞ്ഞു നിന്നില്ല. അവർ ഒരു വെള്ളി മെഡൽ കണ്ടില്ല. അവർ ഞങ്ങളുടെ യാത്രയാണ് കണ്ടത്. ഞങ്ങൾ അവർക്ക് നൽകിയ ഹൃദയവും പോരാട്ടവും അഭിമാനവും അവർ തിരിച്ചറിഞ്ഞു. ഞാൻ സ്റ്റാൻഡുകളിലേക്ക് നോക്കിയപ്പോൾ ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ച കുടുംബങ്ങളെയും, ഞങ്ങൾക്കൊപ്പം സ്വപ്നം കണ്ട ആളുകളെയും, ഞങ്ങൾക്കൊപ്പം കരഞ്ഞവരെയും കണ്ടു. ആ സ്നേഹം ഏതൊരു ട്രോഫിയേക്കാളും വലുതാണ്. ഫുട്ബോൾ നിങ്ങൾക്ക് നിരവധി വിജയങ്ങൾ നൽകുന്നു. പക്ഷേ ഇതുപോലുള്ള നിമിഷങ്ങൾ നിങ്ങൾ എന്തിനാണ് കളിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ ജേഴ്സിയുടെ ഭാരം, എൻ്റെ രാജ്യത്തിൻ്റെ സ്നേഹം, ഈ ക്യാപ്റ്റൻ ബാഡ്ജ് ധരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം എന്നിവ എനിക്ക് അനുഭവപ്പെട്ടതിനാലാണ് ഞാൻ കരഞ്ഞത്. ഇതൊരു വെള്ളി മെഡലായിരിക്കാം, പക്ഷേ ഓർമ്മകൾ, ജനങ്ങളുമായുള്ള ബന്ധം, അർജന്റീനയെ പ്രതിനിധീകരിക്കുന്ന അഭിമാനം, ഇതൊക്കെ വിലമതിക്കാനാവാത്തതാണ്. ഇനി മെസ്സി ഒരു ലോകകപ്പ് വേദിയിൽ പന്ത് തട്ടാൻ എത്തുമോ എന്ന് പറയാൻ കഴിയില്ല. സുവർണ കിരീടം നേടി വിരമിക്കാനുള്ള ഒരു വലിയ അവസരം ഞായറാഴ്ച 120 മിനിറ്റുകൾക്കപ്പുറം അദ്ദേഹത്തിന് കൈവിട്ടു. എന്നാൽ തനിക്കൊപ്പം എന്നും ചേർന്ന് നിന്ന ആരാധകരുടെ ആശംസകളും പ്രശംസകളും മെസ്സി എന്ന താരത്തിന് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ അടിവരയിടുന്നു. ഈ വാക്കുകൾ അതുകൊണ്ട് തന്നെയാണ് ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയം നിറയ്ക്കുന്നത്.